നമസ്കാരം. ഗർഭാവസ്ഥയിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ശാരീരിക, മാനസിക പ്രശ്നങ്ങളും സ്ത്രീകളിൽ കാണാറുണ്ട്. ഇതിൽ ശാരീരികമായ മാറ്റങ്ങളിൽ വരുന്ന പ്രധാനമായ പ്രശ്നമാണ് ഈ ഉദരസംബന്ധമായിട്ടുള്ള ദഹനക്കുറവ്, ഗ്യാസ്, നെഞ്ചിരിച്ചിലൊക്കെ. ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഭക്ഷണം ഒരുപാട് ഒരുമിച്ച് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഘട്ടം ഘട്ടമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. നെഞ്ചിരിച്ചിലിന് കാരണമായേക്കാവുന്ന സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം, ജങ്ക് ഫുഡ്, വറുത്തതും പൊരിച്ചതും മറ്റു വായു ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉരുളക്കിഴങ്ങ്, പരിപ്പ് പോലെയുള്ളവയൊക്കെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ചിലരിലാണെങ്കിൽ കഫീൻ അടങ്ങിയിട്ടുള്ള കാപ്പി, ചോക്ലേറ്റ് ഒക്കെ നെഞ്ചരിച്ചിൽ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ളത് ഒഴിവാക്കുക. പിന്നെ ഭക്ഷണത്തിൽ കൂടുതൽ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ജ്യൂസുകൾ, ഇളനീര്, ഷേക്കുകൾ, സ്മൂത്തി, സൂപ്പ്, തൈരൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. കൂടാതെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലപോലെ സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുകയോ മയങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഭക്ഷണം കഴിക്കാതിരിക്കാനും ശ്രമിക്കുക. ഗർഭാവസ്ഥയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ദഹന പ്രശ്നങ്ങളും ഗ്യാസും നെഞ്ചരിച്ചിലും ഒക്കെ നമുക്ക് പ്രതിരോധിക്കാം.